നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി അയച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. നമുക്ക് പരാതി എന്താണെന്ന് നോക്കാം. എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ 4 മക്കളാണ്. അച്ഛന്റെ മരണശേഷം അമ്മയെ നോക്കിയത് ഇളയ മകളാണ്. അമ്മ ഏതാനും മാസം മുമ്പ് മരണപ്പെട്ടു. അമ്മയ്ക്ക് അമ്മയുടെ വീതത്തിൽ നിന്ന് കിട്ടിയ വസ്തു ഇളയ മകൾക്ക് ധനനിശ്ചയ ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്തു കൊടുത്തു. എനിക്കറിയേണ്ടത് അമ്മയുടെ ഈ വസ്തുവിന് എല്ലാ മക്കൾക്കും തുല്യ അവകാശമില്ലേ എന്നാണ്. അവകാശമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തു ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിക്ക് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ. ഈ കത്തിൽ ചോദ്യകർത്താവിന് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വീതമായി കിട്ടിയതും അമ്മ ധനനിശ്ചയം ചെയ്ത് ഇളയ മകൾക്ക് നൽകിയതുമായ സ്വത്തിൽ മറ്റു മക്കൾക്കും തുല്യ അവകാശം ഇല്ലേ എന്നതാണ്. ഒരുവന്റെ സ്വത്ത് അത് സ്വാർജിതമാണെങ്കിലും പാരമ്പര്യമായി കിട്ടിയതാണെങ്കിലും അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ ഇഷ്ടാനുസരണം കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ അധികാരവും അവകാശവും അയാൾക്കുണ്ടായിരിക്കും. ഒരുവൻ ജീവിച്ചിരിക്കെ അവന്റെ സ്വത്തുവകകളെ സംബന്ധിച്ച് യാതൊരുവിധ കാരണങ്ങളും ജനിപ്പിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ സാഹചര്യത്തിലാണ് അവകാശം സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിലാണ് വ്യക്തി നിയമത്തെ അടിസ്ഥാനമാക്കി സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നത്. ഈ കേസിൽ അമ്മ ജീവിച്ചിരിക്കെ തന്നെ അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ ധനനിശ്ചയം ചെയ്ത് വകകൾ ഇളയ മകൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ഡോക്യുമെന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മക്കൾക്ക് അതിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ പരാതി, അതും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ കിഡ്നി സംബന്ധമായ അസുഖത്തിന് കഴിഞ്ഞ 6 വർഷമായി ചികിത്സയിലാണ്. 2023 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിച്ചിരുന്നു. എനിക്ക് ഇനിയും ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ടോ? കിഡ്നി സംബന്ധമായ അസുഖത്തിന് 2023 ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിച്ചിരുന്നു എന്നും ഇനിയും ധനസഹായം ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് നിയമവേദി തിരുവനന്തപുരം ദുരിതാശ്വാസ നിധി ഓഫീസിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി ഇങ്ങനെയാണ്. ഒരിക്കൽ ധനസഹായം ലഭിച്ച് 2 വർഷം കഴിഞ്ഞാൽ ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്. അതിനായി പരാതിക്കാരൻ ബന്ധപ്പെട്ട രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ സഹിതം 6 മാസത്തിൽ കുറയാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആശുപത്രിയുടെ സീലും ഡോക്ടറുടെ സീലും ഉണ്ടായിരിക്കണം. 1 ലക്ഷം രൂപയിൽ കൂടുതലാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഉള്ളതെങ്കിൽ അതിൽ ഡിസ്ചാർജ് സമ്മറി, ബില്ലുകളുടെ കോപ്പികളും ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സും എല്ലാം ഉണ്ടാവണം. ഇത് അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പരാതി ചേർത്തലയിൽ നിന്നും മുരളിയുടേതാണ്. പരാതി വായിക്കാം. ഞാൻ എഴുപുന്ന പഞ്ചായത്തിലെ 9ാം വാർഡിലാണ് താമസിക്കുന്നത്. എന്റെ അടുത്ത് താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഒടിഞ്ഞു വീഴാറായ ഒരു തെങ്ങും കുറെ പാഴ്മരത്തിന്റെ ഇലകളും കായ്കളും എന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ വീണ് മലിനപ്പെട്ട് കിടക്കുകയാണ്. അതിനാൽ തന്നെ കൊതുക് ശല്യം പെരുകിയിരിക്കുകയാണ്. കൂടാതെ പകർച്ചവ്യാധികൾ ധാരാളമുള്ള സമയവുമാണ് ഇപ്പോൾ. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പും ഈ കാര്യത്തെക്കുറിച്ച് എഴുപുന്ന ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പ്രസ്തുത മരങ്ങൾ വെട്ടിമാറ്റാൻ ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടും പരാതിക്ക് പരിഹാരമാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിക്കുകയും പരാതി സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനും പരിഹാരമുണ്ടായില്ല. 2026 ഏപ്രിൽ 21 ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഞാൻ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി പരിഹാര അദാലത്തിൽ പരിഗണിക്കുകയും പ്രസ്തുത സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുകയും ഈ മരങ്ങൾ ഒരാഴ്ചയ്ക്കകം വെട്ടിമാറ്റാൻ ഈ വ്യക്തിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇനി ഇതിനെതിരെ ഞാൻ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്? ഈ പരാതിക്ക് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ VC രാജേഷ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തിയുടെ സ്വൈര്യവും സമാധാനപൂർണവുമായ ജീവിതത്തിന് വിഘാതം വരുത്തുവാൻ മറ്റൊരു വ്യക്തിക്ക് അധികാരമില്ല. ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചോദ്യകർത്താവ് ഇക്കാര്യത്തിൽ പരാതിയുമായി പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം സ്ഥലം RDOക്ക് പരാതി കൊടുക്കുകയും RDO സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും മരം വെട്ടിമാറ്റുന്നതിനും തുടർന്ന് മാലിന്യമിടുന്നതിന് തടയുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയും.
ഒരു 2 ആഴ്ചയ്ക്ക് ശേഷവും RDOക്ക് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല എങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിക്കുവാനും ഇത്തരത്തിലുള്ള മാലിന്യം നിക്ഷേപിക്കുന്നതിൽ നിന്നും മരക്കൊമ്പിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും ഈ സ്ഥലം ഉടമസ്ഥനെ അല്ലെങ്കിൽ എതിർകക്ഷിയെ വിലക്കിക്കൊണ്ട് ഒരു ഇൻജങ്ഷൻ ഓർഡർ വാങ്ങിക്കുവാനും നമുക്ക് ഇതുവരെ സംഭവിച്ച നഷ്ടത്തിന് നഷ്ടപരിഹാരം ഈടാക്കുവാനും സാധിക്കും. ഇതാണ് ഇക്കാര്യത്തിൽ അഭികാമ്യമായി ചെയ്യാനുള്ളത്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനും ഇത് ഒരു പൊതുശല്യം എന്ന നിർവചനത്തിൽ പെടുത്തിക്കൊണ്ട് ഒരു ക്രിമിനൽ കുറ്റമായി ഇതിനെ മാറ്റുവാൻ സാധിക്കും. ആ മാർഗവും ഇവിടെ അവലംബിക്കാവുന്നതാണ്. കേരള റെന്റ് കൺട്രോൾ ആക്ട് നിലവിലെ വാടക നിയമങ്ങളെക്കുറിച്ചും വാടക നിയമത്തിൽ പുതുതായി വന്നിട്ടുള്ള ഭേദഗതികളെക്കുറിച്ചും സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷക ലക്സി TA. 2025 കേരളത്തിൽ പുതിയ വാടക നിയമം നിലവിൽ വന്നു എന്നും അതിലെ പ്രൊവിഷൻസ് എല്ലാം പഴയ നിയമത്തിൽ നിന്ന് അടിമുടി വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് എന്നും മറ്റും പറഞ്ഞുകൊണ്ടുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എന്നാൽ പറഞ്ഞുകൊള്ളട്ടെ, 1965 നിലവിൽ വന്ന കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് തന്നെയാണ് ഇന്നും കേരളത്തിലെ വാടക നിയമവ്യവസ്ഥയെ പരിപാലിക്കുന്നത്. 1965 കെട്ടിടങ്ങളുടെ എണ്ണം വളരെയേറെ കുറവായിരിക്കുകയും കെട്ടിട ഉടമസ്ഥന്മാരുടെ ചൂഷണത്തിന് വാടകക്കാർ വളരെ അടിമപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വാടകക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം തന്നെയാണ് ഇന്ന് ബിൽഡിംഗ് ജംഗിളിൽ താമസിക്കുന്ന കേരളത്തിലും പ്രാബല്യത്തിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ കാലാനുസൃതമായ വ്യത്യാസങ്ങൾ, അമെന്റ്മെന്റുകൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു ദിശയിൽ കേന്ദ്ര ഗവൺമെന്റ് 2021 ഒരു മോഡൽ ടെനൻസി ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യുകയുണ്ടായി. അത് പേര് പറയുന്ന പോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഈ മോഡൽ ടെനൻസി ആക്ടിന്റെ അകത്തുള്ള പ്രൊവിഷൻസിന്റെ അകത്തുനിന്ന് ഓരോ നിയമങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് പുതിയ കാലാനുസൃതമായ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിന് ഇത് ഒരു പാർലമെന്റ് വഴി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നിയമമല്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് വാടക നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. കാരണം ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട നിയമമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു കോമൺ ആക്ട് വാടക നിയമത്തെ സംബന്ധിച്ച് ഉണ്ടാക്കുകയില്ല. ഇനി എന്തൊക്കെയാണ് വാടക നിയമത്തിൽ പ്രാബല്യത്തിലുള്ള കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമം പറയുന്നത് 8ാം ഖണ്ഡികയിൽ പറയുന്ന പ്രകാരം വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിന്റെ വാടക എമൗണ്ട് അതിൽ നിന്ന് ഒരു പൈസ പോലും കൂടുതലായി വാടക കെട്ടിടത്തിന്റെ ഉടമസ്ഥന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. തിരിച്ച് കൊടുക്കേണ്ട ഒരു അഡ്വാൻസ് എമൗണ്ട് മേടിക്കാം, അതിൽ കൂടുതലായിട്ട് ഒന്നും മേടിക്കാൻ സാധിക്കുകയില്ല. ഇനി നിയമപരമായി അനുശാസിക്കുന്ന പ്രവർത്തികളിലൂടെ അല്ലാതെ, അതായത് കോടതി നടപടികളിലൂടെ അല്ലാതെ ഒരു വാടകക്കാരനെയും കെട്ടിട ഉടമസ്ഥന് ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക, വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുക തുടങ്ങിയ പല കാര്യങ്ങളിലൂടെയും വാടക കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് ഉള്ള നടപടികൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതെല്ലാം സെക്ഷൻ 13 പ്രകാരം നിയമപരമായി കുറ്റകരമാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വാടകക്കാരൻ ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതെല്ലാം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി വാടക നിയമത്തിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന റെന്റ് കൺട്രോൾ കോടതികൾ നമ്മുടെ കേരളത്തിലുടനീളം പ്രാബല്യത്തിലുണ്ട്. ഈ റെന്റ് കൺട്രോൾ കോടതികളിലാണ് വാടക സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത്. ഇനി ഏതെല്ലാം നടപടിക്രമങ്ങളിലൂടെ വാടകക്കാരനെ ഒഴിപ്പിക്കാനായിട്ട് നിയമപരമായി അവകാശം കെട്ടിട ഉടമസ്ഥന് കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കാം. അതിൽ ഒന്നാമതായി പറയുന്നത് തന്നെ വാടക കുടിശ്ശിക വരുത്തുന്ന ഒരു വാടകക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ച് താങ്കൾ എത്രയും പെട്ടെന്ന് വാടക കുടിശ്ശിക കൊടുത്തു തീർക്കൂ എന്ന് അറിയിച്ചതിന് ശേഷവും വാടക കുടിശ്ശിക നിലനിർത്തുന്ന അവസരത്തിൽ അക്കാരണം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ, അതായത് എവിക്ഷൻ നടപടികളിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിട ഉടമസ്ഥനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടം സ്വന്തം ആവശ്യത്തിന് ആവശ്യമായി വരികയാണെങ്കിൽ ആ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ എടുക്കാം. മൂന്നാമത്, കെട്ടിട ഉടമസ്ഥൻ അറിയാതെ അനധികൃതമായി വാടകക്കാരൻ ഈ കെട്ടിടം പുനർവാടകയ്ക്ക് കൊടുക്കുക, അതായത് സബ്ലീസിന് കൊടുക്കുന്ന ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും അദ്ദേഹത്തിനെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാവുന്നതാണ്. നാലാമത്, കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുന്ന രീതിയിലോ കെട്ടിടത്തിന്റെ വാല്യൂ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ വാടകക്കാരന് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് എത്രയും പെട്ടെന്ന് കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിനെ ഒഴിപ്പിക്കാവുന്നതാണ്. അഞ്ചാമത്,
വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആ വാടകക്കാരന് സ്വന്തമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പര്യാപ്തമായ കെട്ടിടം ഉണ്ടായിരിക്കുകയും എന്നിട്ടും ഈ വാടക കെട്ടിടത്തിൽ വന്ന് ഒക്യുപ്പേഷൻ എടുക്കുകയാണ് എന്ന് കോടതിയെ ധരിപ്പിക്കുന്ന മുറയ്ക്കും കോടതിയിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടികൾ എടുക്കാവുന്നതാണ്. ആറാമതായിട്ട്, ഈ കെട്ടിടത്തിന് ഒരു പുനരുദ്ധാരണ പ്രവർത്തികൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് വാടകക്കാരനെ തൽക്കാലത്തേക്ക് ഒഴിപ്പിക്കാനുള്ള നടപടികളും കോടതി വഴി എടുക്കാം. പക്ഷേ പുനരുദ്ധാരണത്തിന് ശേഷം ഇതേ വാടകക്കാരന് തന്നെയാണ് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് എൻഹാൻസ്ഡ് വാടകയിലായിരിക്കാം എന്ന് മാത്രം. ഇനി ഏഴാമത് പറയുന്നത്, ഈ വാടകക്കാരൻ 6 മാസത്തിൽ കൂടുതലായ കാലയളവിൽ വാടക കെട്ടിടം ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉപജീവനത്തിന് ആ വാടക അല്ലെങ്കിൽ താമസത്തിന് ആ വാടക കെട്ടിടം ആവശ്യമില്ല എന്ന ബോധ്യത്തിലും കോടതി ഒഴിപ്പിക്കൽ നടപടികൾക്ക് മുന്നോട്ട് പോകാം. എട്ടാമതായിട്ട് പറയുന്നത്, ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനായി വരുന്നയാൾ ഒരു പബ്ലിക് സ്ഥാപനമാണ്, അതായത് മദർ, ചാരിറ്റബിൾ, എഡ്യൂക്കേഷണൽ സ്ഥാപനമായി വരികയും അവരുടെ പ്രവർത്തനത്തിനായിട്ട്, അതായത് പൊതുവായ പ്രവർത്തനത്തിനായിട്ട് ഈ വാടക കെട്ടിടം കൂടെ ആവശ്യമായി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടായിട്ടും അദ്ദേഹത്തിന് ഒഴിപ്പിക്കാവുന്നതാണ്. ഒമ്പതാമത് പറയുന്നത്, വാടക കെട്ടിടത്തിന്റെ അകത്തെ ഒരു ഭാഗം കെട്ടിട ഉടമസ്ഥന്റെ ഓക്യുപ്പേഷൻ, അദ്ദേഹത്തിന്റെ കൈവശത്തിൽ അദ്ദേഹത്തിന്റെ ഉപയോഗത്തിലുമായിരുന്നു എന്നൊരു അവസരത്തിൽ ഈ വാടക കൊടുത്തിരിക്കുന്ന കെട്ടിട ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ വ്യവസായാവശ്യത്തിനോ അല്ലെങ്കിൽ താമസാവശ്യത്തിനോ ഒന്ന് എക്സ്പാൻഷൻ നടത്തണം എന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തിയും വാടകക്കാരനെ ഒഴിപ്പിക്കാവുന്നതാണ്. പക്ഷെ പറയുന്നു, ഒരു സ്പെസിഫിക് കാലയളവിലേക്കായിട്ടാണ് വാടക കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള കാലത്ത് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മറ്റൊന്ന്, എസെൻഷ്യൽ സർവീസസിനായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വാടകക്കാരനാണ് എന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥനും അത്തരത്തിൽ ഒരു എസെൻഷ്യൽ സർവീസ് നടത്തുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. ഈ ഒഴിപ്പിക്കൽ നടപടികൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വാടകക്കാരനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പക്ഷെ അതേ നിയമം തന്നെ ഖണ്ഡിക 12 കെട്ടിട ഉടമസ്ഥനെ വാടക എമൗണ്ട് ലഭിക്കുന്നതിനുള്ള അവകാശത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നതായി കാണാം. അതായത് വാടകയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് കോടതി വ്യവഹാരത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിയിൽ കെട്ടിടത്തിന്റെ വാടക കൃത്യമായി ഈ കോടതി വ്യവഹാരം നടക്കുന്ന സമയത്ത് കെട്ടിട ഉടമസ്ഥനെ കൊടുത്ത് ബോധിപ്പിക്കുന്ന ഒരവസരത്തിലോ അല്ലെങ്കിൽ കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടല്ലാതെയോ വാടകക്കാരന് കേസ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കുടിശ്ശിക വരുത്തുന്ന അവസരത്തിൽ കോടതി നിയമ നടപടികളെല്ലാം നിർത്തിവെച്ച് വാടകക്കാരനോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായി ആജ്ഞാപിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി വാടക കെട്ടിടത്തിനകത്തുനിന്ന് കുടിശ്ശിക വരുത്തുന്ന ഒരാളെ കുറിച്ചിട്ട് ഒഴിപ്പിക്കൽ നടപടികളിലെ ആദ്യത്തെ ഖണ്ഡികയെ പറഞ്ഞ കാര്യം. അതിൻ്റെ അകത്ത് ഈ കോടതിയിൽ നിന്നൊരു ഓർഡർ, ഒരു എവിക്ഷൻ ഓർഡർ കിട്ടിയതിനു ശേഷവും വാടകക്കാരൻ ആ വാടക കുടിശ്ശിക തന്നു തീർക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അവിടെ രണ്ടാമത് കയറി താമസിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 12ാം ഖണ്ഡിക പ്രകാരം കോടതി നടപടികളുടെ ഇടയിൽ വാടകക്കാരന് ഇതുപോലെ വാടക കുടിശ്ശിക വരുത്തുന്ന അവസരത്തിലാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ വാടക കൊടുത്തു തീർത്ത് തിരിച്ചു കയറാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് 2024 നവംബർ 7-ാം തീയതിയിലെ കേരള ഹൈക്കോടതിയിലെ 5-അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും കാലാനുസൃതമായി വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കേണ്ട പുതിയ അമെൻമെന്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു നിയമമാണ് കേരളത്തിലെ വാടക നിയമം. അതിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു പുതിയ നിയമം ഉണ്ടാക്കുമെന്നും അത് വാടകക്കാരനും കെട്ടിട ഉടമസ്ഥനും സമഭാവനയോടെ കാണുന്ന ഒരു നിയമമായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.